സഖാക്കളെ, ഇത് ഇന്ത്യയാണ്, നമ്മുടെ സ്വന്തം രാജ്യമാണ്. ഓരോ ഇന്ത്യക്കാർക്കും അവർക്കിഷ്ടമുള്ള ജാതിയിലോ മതത്തിലോ വിശ്വസിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്നിട്ടും ചില സ്ഥലങ്ങളിൽ ഇത് വിലക്കപ്പെടുകയാണ്. ജാതിക്കോ മതത്തിനോ പ്രാധാന്യം നൽകാത്ത, മനുഷ്യവർഗത്തിൽ മാത്രം വിശ്വസിക്കുന്ന നമ്മുടെ പാർട്ടിക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. രണ്ട് ജാതിയിലോ മതത്തിലോ പെട്ടവർ തമ്മിൽ വിവാഹം ചെയ്താൽ ഈ ഭൂമിയൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ജാതിയുടെയോ മതത്തിന്റെയോ അതിരുവരമ്പുകളില്ലാത്ത ഒരു പുതുതലമുറയാണ് നമ്മുടെ ലക്ഷ്യം. ലാൽ സലാം സഖാക്കളെ. സഖാവിന് ആ പെങ്കൊച്ചിന്റെ മേലൊരു നോട്ടം ഉണ്ടായിരുന്നല്ലേ? അതെ, കിട്ടാത്ത മുന്തിരി പുളിക്കും. അത് സഖാവിനായാലും വരട്ടുവാദം പറയാൻ നിൽക്കരുത്. മുന്തിരിയാണ് ആപ്പിളാണെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. മനസ്സിലായോ? നടക്കാണ്ട് ഇന്ന് 3 പൊറോട്ട എക്സ്ട്രാ വാങ്ങി തന്നെ. സാമ്പാർ കൂട്ടി ഞാൻ കഴിക്കില്ല. ബീഫ് റോസ്റ്റ് തന്നെ വാങ്ങി തന്നെ. കേട്ടല്ലോ? ജപമാല തീർത്തു എൻ കൊച്ചു ജീവിത ജപമാല തീർത്തു. അമ്മയ്ക്കായി ഞാനൊരു ജപമാല തീർത്തു. മോളെ മോളെ, അവര് ആര്? ആനന്ദൻ. ഞാൻ നോക്കാം. മോളിപ്പോ പോണ്ട. അമ്മ മാറി. ഞാൻ വേണ്ട വേണ്ട, ഞാൻ പോയി നോക്കിട്ട് വരാം. അനന്ത, ഒന്നും ചെയ്യില്ല. അനന്ത ഉപദ്രവിക്കില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. എന്താ അഭിനയം, എന്താ അഭിനയം. അതെ, മോൾക്ക് പഞ്ചായത്തിൽ ജോലി കിട്ടിയെന്ന് വിചാരിച്ച് എല്ലാം തികഞ്ഞു അങ്ങ് കരുതരുത്. പല കാര്യങ്ങളും ഇവിടെ നടക്കണമെങ്കിൽ ഈ ഞങ്ങൾ തന്നെ വേണം. അല്ലേടാ? ഇതൊക്കെ അങ്ങനെ മറക്കാവോ എന്റെ ചേച്ചി? എന്റെ മോളെ വെറുതെ വിട്ടേക്കരുത്. ആ, ഇതാരിത്? തമ്പുരാട്ടിയോ? ഇവിടെ ഉണ്ടായിരുന്നോ? സുഖമല്ലേ? ദേ തള്ളേ, ഞങ്ങൾക്കിട്ടുണ്ടാക്കി, ഞങ്ങളുടെ സമുദായത്തിനിട്ട് ഉണ്ടാക്കി കെട്ടിലമ്മയായിട്ട് വാഴാനാണ് ഉദ്ദേശമെങ്കിൽ കൊന്നു കളയും ഞാൻ. നിന്നോടും കൂടിയാ ഞാൻ പറയുന്നേ. ഒറ്റോർണോ ഈ വീട് വിട്ട് ഇറങ്ങി പോരുത്. കത്തിച്ച് കളഞ്ഞോണം എല്ലാത്തിനെയും. ശരിയാണ്. ഞങ്ങളൊക്കെ പുള്ളിനെ കൂട്ടണ്ട. ഞാനുള്ള കാരണം പേടിക്കണ്ട. അവര് സമ്മതിക്കുന്നത് ഞാനും വിചാരിച്ചില്ല. പ്രസംഗിച്ചതുകൊണ്ട് ബാക്കി പറ. സഖാവ് പ്രസംഗിച്ചുണ്ടായത് നടക്കുന്നതന്നെ ഇപ്പൊ. ശരി, ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ. ആയിക്കോട്ടെ. സഖാവ് എന്നെ കൊച്ചാക്കുന്നത് ശരിയല്ല. സഖാവ് ഇവരുടെ അഹങ്കാരം ഒന്ന് തീർത്തു കൊടുക്കണമല്ലോ. നമ്മളെ പറ്റി എന്താ ഇവര് വിചാരിച്ചു വെച്ചേക്കുന്നത്? പേടിക്കണ്ട. ഇവിടെ ഫോണിന്റെ കത്ത്.
എന്തായി അവരിറങ്ങിയ അവരിറങ്ങിയെന്ന് തോന്നുന്നു. ആ. വിളിച്ചിട്ട് കിട്ടുന്നില്ല. വരും, ഞങ്ങളില്ലേ? പോരെ ആ അച്ചോ, ഇതാ വരുന്നേ. ആ. എടവേ അവരെന്തേ? അവരിപ്പോ എത്തച്ചോ? പറഞ്ഞ സമയം കഴിഞ്ഞു. അച്ഛോ. ഞാൻ മേടയിലുണ്ട്. അവര് വരുമ്പോ വിളിച്ചാൽ മതിട്ടാ. ശരി അച്ചോ. കൊറേ ഗൗതമീനെ കാണുന്നില്ലല്ലോ. അത് പിന്നെ പേടിക്കണ്ട, ഞാൻ ഒരു പണി ചെയ്യാം. ഞാൻ പോയി പൾസ് പിടിച്ചിട്ട് വരാം. ധൈര്യമായിട്ട് നിൽക്ക് കേട്ടാ. പോയിച്ചോ. രാജീവേ, ആ. വണ്ടി എടുത്തോ. ആ സഖാവേ, ഏ? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി അതെ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇടിക്കും ഞാൻ. ശകോ. വിട്ടോ പോയിട്ട് വരാം. ആ ശരി. അവരിപ്പോ എത്തും. അവള് വരത്തില്ലല്ലോടാ. അവൾക്ക് മാമോസ വാങ്ങാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലാതെ അമ്മച്ചേനെ ഇങ്ങനെ ആൾക്കാർ മുന്നിൽ നാണം കെടുത്തുണ്ടായിരുന്നു. റാഹിലം അനുഭവിച്ച അപമാനം വളരെ വലുതാണ്, ഒരിക്കലും പൊറുക്കാനാവാത്തത്. ഞാൻ പലവട്ടം ആലോചിച്ചു. അച്ഛനില്ലാത്ത ഞങ്ങൾ, കരയോഗക്കാരുടെ വീട്, കുട്ടികളുടെ പഠിത്തം. എൻ്റെ കാലൊന്നിടറിയാൽ ഞാനും എൻ്റെ കുടുംബവും ഇല്ലാതെയാകും. എന്നോട് ക്ഷമിക്കണം. അമ്മയുടെ മകൻ്റെ നല്ല മനസ്സെനിക്കറിയാം. അമ്മയുടെ മകന് ഈശ്വരൻ നല്ലൊരു കുട്ടിയെ ഭാര്യയെ നൽകട്ടെ. ചാക്കോ ചായനോ? ഈ വരവും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നോടൊന്നും തോന്നരുത്, സമ്മർദ്ദമുണ്ട്. അറിയാം ചാക്കോ ചായ. ഏതായാലും ഈ മാസം ഒന്ന് ക്ഷമിക്കും. അതിനി ഒരാഴ്ചയേ ഉള്ളൂ. ഒരാഴ്ചയില്ലേ? അതിനു മുമ്പ് വീടൊഴിഞ്ഞ് താക്കോല് തരാം. ശരി ശരി ശരി, പോട്ടെ. മോളെ, അവൻ ഇഷ്ടപ്പെട്ടത് തന്നെയായിരിക്കാം. പക്ഷേ അതിൻ്റെ അമ്മയുടെ നിർബന്ധത്തിനും പിടിവാശിക്കും മുന്നിൽ മോള് വഴങ്ങിയാൽ നഷ്ടപ്പെടുന്നത് ഇവരുടെ സ്വപ്നങ്ങളാണ്. എന്തായാലും മോളെ ഇപ്പോൾ എടുത്ത തീരുമാനം വളരെ ശരിയാണ്. എൻ്റെ മോളിക്ക് വന്നേ. ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ മോക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിന് സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മതം മാറുന്നത് ശരിയല്ല. അപ്പോ കരുണേട്ട, അവളാ ബന്ധം വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ കാര്യം. സാവിത്രി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആനന്ദന് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. മക്കൾ ധൈര്യമായിട്ട് പോകും. നല്ലതേ വരും. ശരി.
ചാക്കോ ചായ ഞാൻ പാക്ക് വലിച്ചു ചാക്കോച്ചായ വിഷമിക്കണ്ട ശരി വാ മോനെ.